ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഒരുപാട് ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. 98-99 കാലയളവിലാണ് വിജയ് മല്യ 30.3 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് ശ്രീകോവിലും അനുബന്ധ സംവിധാനങ്ങളും സ്വർണത്തിൽ കവചിതമാക്കുന്നത്. സ്വർണം പൂച്ചുകയല്ല, സ്വർണം കൊണ്ട് കവചം ചെയ്യിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സ്വർണ്ണ കവചം ഇടിച്ചതിൽ ഒരെണ്ണം ഈ ദ്വാരപാലക ശില്പങ്ങൾ, രണ്ട് ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളായിരുന്നു. അന്ന് പൂശി അല്ലെങ്കിൽ അന്ന് ഈ ഘടിപ്പിച്ച സ്വർണ്ണപ്പാളി എവിടെ? അത് മങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. മങ്ങിപ്പോയാലും മങ്ങിപ്പോയതിന്റെ ബാക്കി ഉണ്ടാവണമല്ലോ, അതും കാണുന്നില്ല. ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ ഇപ്പോൾ അത് ചെമ്പാണ്. 2019 ഉത്തരവിലും മഹസറിലും അത് ചെമ്പാണ്. അത് കൊണ്ടുപോയതല്ല, തിരികെ കൊണ്ടുവന്നത് എന്ന് മനസ്സിലാവുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ദേവസ്വം ബോർഡ് അതല്ലെങ്കിൽ ശബരിമല, ഈ നമ്മളൊക്കെ സൈക്കിളൊക്കെ നന്നാക്കാൻ കൊടുക്കുന്ന ലാഘവത്തിൽ ഒരാളുടെ കയ്യിൽ ഇത് അഴിച്ചു കൊടുത്തു വിട്ടിട്ട് പിന്നെ വേറൊന്ന് തിരികെ കൊണ്ടുവച്ചു എന്ന് വേണമോ മനസ്സിലാക്കാൻ? വാസ്തവത്തിൽ മഹാകഷ്ടം എന്നല്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് എന്താ പറയാൻ പറ്റുക? ഈ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ കേരളം ഭരിക്കുമ്പോൾ അതിൻ്റെ വകുപ്പ്, ദേവസ്വം വകുപ്പിന് സുപ്രീം കോടതിയുടെ ഉത്തരവ് നിറവേറ്റാനുള്ള വെമ്പലിൽ യുവതികളെ ശബരിമലയിൽ അർദ്ധരാത്രിയിൽ കയറ്റിയ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഹൈക്കോടതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാത്തത്? ഞാനൊരൊറ്റ കാര്യം ചോദിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അഭിലാഷ് തിരുത്തണം. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ CPM-ന്? എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള, ശബരിമലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില രേഖകളുടെ, ചിത്രങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ, അവിടെയുള്ള ചില ആളുകൾ എന്നോട് നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് നല്ല ബന്ധമുള്ളയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ദ്വാരപാലകന്മാരുടെയും മാത്രം വിഷയത്തിലേക്ക് വരുന്നില്ല. എനിക്ക് ഇന്ന് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ തകർക്കുന്ന, അവരുടെ ആചാരപരമായി തകർക്കുന്ന, അവരെ ദൈവികമായി തകർക്കുന്ന, അവരുടെ ക്ഷേത്ര സ്വത്ത് തകർക്കുന്ന, അവരുടെ ക്ഷേത്രത്തിലെ നിധിയെ തകർക്കുന്ന ഒരു സമീപനമാണ് ഈ കേരളത്തിൽ ഭരിച്ച എല്ലാ സർക്കാരുകളും, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സർക്കാരുകളെല്ലാം ചെയ്തത്. അതിലേറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായിയുടെ സർക്കാരാണ്. 25,000 ഏക്കറാണ്, 1, 2, 3 അല്ല അഭിലാഷേ, 25,000 ഏക്കർ ഭൂമിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു കമ്മീഷണറെ വെച്ചു. 1 സെൻറ്റ് ഭൂമി തിരിച്ചെടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 25,000 ഏക്കർ ഹൈക്കോടതിയിലെ അഫിഡവിറ്റാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ. ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ ഭൂമിയാണ്, ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ്. ഇനി ഞാൻ രണ്ടാമതൊരു കാര്യം പറയാം. ഇപ്പോൾ അഭിലാഷ് ചർച്ച നടത്തുന്നത് ദ്വാരപാളികയെക്കുറിച്ചാണ്. ഈ ദ്വാരപാലകന്മാരുടെ പാളിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. നാളെ നമുക്ക് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെയും അല്ലെങ്കിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെയും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെയും ചർച്ച നടത്തേണ്ടി വരും. കാരണം എന്താ? അഭിലാഷ് മോഹൻ, നിങ്ങൾ മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട വക്താവല്ലേ? നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ അന്വേഷിച്ച് വിടണം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇൻവെൻട്രി ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇൻവെൻട്രി ഇല്ല. ഏത് ഭക്തൻ എന്തു കൊടുക്കുന്നു അറിയില്ല. ഇതാണ് കേരളത്തിലെ സ്ഥിതി. സകല മേഖലയും സകല ക്ഷേത്രങ്ങളെയും കൊള്ള ചെയ്യുക. സർക്കാർ വക കൊള്ള സംഘമാണ് വാസ്തവത്തിൽ കേരളത്തിലെ ദേവസ്വം ബോർഡ്. ഞാനൊരു 2-3 കാര്യങ്ങൾ ചോദിക്കുകയാണ്. 2019 ഈ സാധനം ജൂലൈ മാസം കൊണ്ടുപോയി 40 ദിവസം, അഭിലാഷ് മോഹൻ 40 ദിവസം വൈകി, ഞാൻ സമ്മതിക്കുന്നു. അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിനകത്ത് 40.127 കിലോ അതിനകത്ത് സ്വർണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൂക്കി നോക്കേണ്ടതിൻ്റെ ചുമതല ആർക്കാണ്? ദേവസ്വം ബോർഡിനാണോ അല്ലയോ? ദേവസ്വം മന്ത്രിക്കാണോ അല്ലയോ? ഈ സർക്കാരിന് അല്ലല്ലോ. ഒരു മിനിറ്റ്, ഈ സാധനം കൊണ്ടുപോയല്ലോ. ഞാൻ ഈ സാധനം കൊണ്ടുപോയി, ഒരു മിനിറ്റ്, ഈ സാധനം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് കുറവുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കുറവുണ്ട് എന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. അങ്ങനെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ കുറവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള 40 ദിവസം വൈകിച്ച ബാംഗ്ലൂർ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു എന്ന് മാതൃഭൂമി തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഈ മനുഷ്യൻ്റെ കയ്യിൽ വീണ്ടും ഇത് കൊടുക്കണോ? അല്ല അഭിലാഷം, ഞാനൊരു സാമാന്യ ബോധത്തിൽ സംസാരിക്കുകയാണ്. ശബരിമലയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ആ ശബരിമലയിലൊന്ന് തൊഴാൻ പോലും നമുക്ക് കഴിയില്ല. അത്ര വലിയ തരത്തിലാണ് അവിടെ പലതരത്തിലുള്ള
ഏർപ്പാടുകളും ചെയ്തു വച്ചിരിക്കുന്നത്. ഒരു ഉണ്ണിക്കൃഷ്ണൻ അങ്ങോട്ട് പോറ്റി ഇങ്ങോട്ട് വരിക, അതഴിക്കുക, അതഴിച്ച് മറ്റേ കീശയിലിടുക, അങ്ങോട്ട് കൊണ്ടുപോവുക. ഏത് സ്വർണത്തിൻ്റെ പാളിയാണെന്ന് തന്നെയാണല്ലോ ഇതുവരെ എല്ലാവരും പറയുന്നത്. അതായത് വിജയ് മല്യ കൊടുത്തത് പാളിയാണ്. മൊത്തം ശ്രീകോവിലിന്റെ മേൽക്കൂര അടക്കം മൊത്തം പൊതിയാൻ 30.3 കിലോഗ്രാം സ്വർണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഈ 42.8 കിലോഗ്രാം തൂക്കമാണ് ദ്വാരപാലക ശില്പത്തിന്. അതിൽ 397 ഗ്രാമാണ് സ്വർണം. അതെ, സ്വർണം. ആ സ്വർണ്ണപ്പാളി തിരിച്ചു വരുമ്പോൾ ചെമ്പായില്ലേ? ഈ സ്വർണത്തെ ചെമ്പാക്കുന്നത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എല്ലാ സ്ഥലത്തും. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പായി? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, അന്ന് തന്നെ 2019 ഈ മനുഷ്യൻ നടത്തിയിട്ടുള്ളത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം വീണ്ടും കൊടുത്തേക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതിൻ്റെ പിന്നിലെ ദുരൂഹത എന്ത് ദുരൂഹത? ഇത് ദുരൂഹതയൊന്നും അല്ലെന്ന്. ഇത് ഒരു മിനിറ്റ് ഞാനൊന്ന് തീർത്തോട്ടെ. ഇത് ദേവസ്വം മന്ത്രി, ഇത് ദേവസ്വം പ്രസിഡന്റ്, ഇത് ദേവസ്വത്തിൻ്റെ പ്രധാനപ്പെട്ട ആള്, ഇവിടുത്തെ ഗവൺമെൻറ് അടക്കമുള്ള ആളുകൾ ചെയ്യുന്ന തട്ടിപ്പാണ്. ആ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് നിർത്താം. നിലയ്ക്കലിൽ ഒരു പെട്രോൾ ബങ്ക് ഉണ്ട്. നിലയ്ക്കലിൽ ഞാൻ ഇപ്പം സംസാരിക്കുന്നത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതാ. നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ സെപ്റ്റംബർ 24 ശേഷം ഓഡിറ്റ് റിപ്പോർട്ടിൽ എത്ര പെട്രോൾ അടിച്ചു അറിയില്ല. കോടതി ചോദിച്ചു എത്ര പെട്രോൾ അടിച്ചു അറിയില്ല. ആർക്കടിച്ചു കൊടുത്തു അറിയില്ല. എത്ര രൂപ ചെലവാക്കി സകല കാര്യത്തിനും കണക്കില്ല. പെട്രോൾ ബങ്കുമായി ബന്ധപ്പെട്ട വിഷയം അതിപ്പോൾ കോടതി എടുത്തിട്ടുണ്ട്. ഇപ്പം മാതൃഭൂമിയുടെ മറ്റൊരു റിപ്പോർട്ടുണ്ട്. എന്താ റിപ്പോർട്ട്? തിരുവാഭരണം രജിസ്റ്ററിൽ ഈ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിൽ കൊടിമരമുണ്ട്. ആ ക്ഷേത്രം സ്വർണം പൂശും കൊടിമരത്തിൽ. ആ കൊടിമരത്തിൽ എത്ര സ്വർണ്ണമുണ്ട്, എത്ര സ്വർണ്ണമാണ് പൂശിയത് തെളിവില്ല. ഇനി ശബരിമലയല്ല, എല്ലാ ക്ഷേത്രത്തിൻ്റെയും, ശബരിമല അടക്കമുള്ള എല്ലാ ക്ഷേത്രത്തിൻ്റെയും സ്വത്ത് ഭഗവാന്റെയാണ്. ഭഗവാൻ മൈനറാണ്. മൈനറുടെ സ്വത്ത് മൈനറുടെ മുന്നിൽ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. അതാണ് ഈ ഭഗവാന്റെ സ്വത്ത് മൈനറാണ്. മൈനറുടെ സ്വത്ത് എടുത്തു പോകാൻ പാടില്ല. ശബരിമലയിൽ നിന്ന് ഇത് കൊടുത്തുവിട്ടത് ആര്? ശരി, ശബരിമലയിൽ